ബിഗ് ബോസ് സീസൺ 7 വിന്നർ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചേക്കുന്നു കേട്ടോ. എന്നാണേലും അനുവോ അനീഷോ ആയിരിക്കും വിന്നറാകുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഷാനവാസ് ഒരു ഡൗട്ടായിട്ട് കിടപ്പുണ്ടായിരുന്നു. നമുക്കറിയത്തില്ല. അനീഷിൻ്റെ കാര്യം എനിക്ക് കൂടുതലും വന്നു വെച്ചാൽ മറ്റേ തൊപ്പി ലൈവിലൂടെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോയ്ക്ക് ഇതുപോലെയാണ് പറഞ്ഞ് എല്ലാം വോട്ട് ജിൻഡോ ഫസ്റ്റ് അത്രയും വോട്ട് വന്ന് ജയിക്കാൻ കാരണം. അപ്പം ഇത് ഇപ്രാവശ്യം അനുവാണ് ജയിച്ചേക്കുന്നത്. അപ്പം എല്ലാത്തിനായിട്ടുള്ളൊരു തിരിച്ചടിയും കൂടെയാണ് കേട്ടോ അനുവിൻ്റെ ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് അപമാനവും ഒരുപാട് വേദനയും സഹിച്ചാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഈ പണ്ട് നമ്മൾ കാരണന്മാരൊക്കെ പറഞ്ഞല്ലേ, മനുഷ്യരാൽ താഴ്ത്തപ്പെടുന്നവനെ ദൈവത്താൽ ഉയർത്തപ്പെടുമെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യരാൽ താഴ്ത്തപ്പെട്ടപ്പോൾ ദൈവത്താൽ ഉയർത്തപ്പെട്ടു, അത്രയും ഞാനും കരുതുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് അക്ബറൊക്കെ ഔട്ടായത് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി കേട്ടോ. കാര്യം അക്ബറൊക്കെ ഈ ഒരു ഇതിൽ അങ്ങനെ ഔട്ടായി പോകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു 2 അല്ലെങ്കിൽ ഒരു 3 അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. 2 അല്ല 3 or 4 അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. 3 or 4 3 ആയിരുന്നു. 3 ഇതൊക്കെ ആയിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷേ അക്ബർ ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാതെ നിന്നിരുന്നെങ്കിൽ ഈ പുറത്ത് പോയവർ തിരിച്ച് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരുമാതിരി കടന്നൽ കൂട്ടി കല്ലെറിഞ്ഞ മാതിരിയായിപ്പോയി കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചത് അക്ബർ, നൂറ, ആതിര, ഇങ്ങനെ ഇത്രയും പേരെ ശരിക്കും ബാധിച്ചായിരുന്നു. അതുകൊണ്ട് നൂറയൊക്കെ ഇതിൽ നിൽക്കേണ്ടതാണ്. ഒരു 4ലേക്കും 5ലേക്കും നൂറയും വരേണ്ടതാണ്. ചിലപ്പോൾ വിന്നറാകാനും ഇതായിട്ടുള്ളതായിരുന്നു നൂറ. പക്ഷെ അതൊക്കെ മൊത്തം ഇതാക്കി കളഞ്ഞ് വന്ന് കയറിയവർ നശിപ്പിച്ച് അവർക്കിന് നമുക്ക് കിട്ടിയില്ല എന്നാൽ മറ്റവർക്കും കിട്ടണ്ട, എല്ലാം പൊക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പം ഇത് അനു വിന്നറായി ഒരുപാട് സന്തോഷമുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അനീഷ് സെക്കൻഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അക്ബർ ഔട്ടായതും കൂടെ ഒന്ന് കാണാം കേട്ടോ. ഓരോരുത്തരും ഔട്ടാകുന്നതും കൂടെ കാണാം. അങ്ങനെ അക്ബർ ഔട്ടായി. ഇത്രയും ഇത് നടക്കുന്നതിലുണ്ടല്ലോ ശകലം പോലും ടെൻഷൻ ഇല്ലാത്തൊരു വ്യക്തി ഞാൻ ആരെ കണ്ടെന്നറിയും, നെവിന് കിട്ടിയതെല്ലാം ബോണസ് എന്നുള്ള രീതിക്കാണ് കേട്ടോ നെവിൻ നിൽക്കുന്നത്. നെവിന് യാതൊരു ടെൻഷനും ഇല്ല. എന്നെ കിട്ടിയാലും പുള്ളിക്ക് ഇത്രയൊക്കെ വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണുള്ളത്. അല്ലാതെ കപ്പടിക്കണമെന്നോ അല്ലെങ്കിൽ അതിലാരെങ്കിലും കപ്പടിക്കുന്നതിൽ അസൂയോ അങ്ങനെ ഒന്നുമില്ല. അതിലാരും ചോദിക്കുന്നു കേട്ടോ, യാതൊരു ടെൻഷൻ ഇല്ലാതെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെവിൻ ഔട്ടാവുന്നതും കൂടെ ഒന്ന് കാണാം. മുന്നിലുള്ള ചരടിൽ പിടിച്ച് എല്ലാവരും ഒരേ സമയം ഭരിക്കുക. അതിലൊന്ന് പുറത്തു പോകാനുള്ള നിങ്ങളിൽ ഒരാളുടെ പ്രേക്ഷക വിധി ഉണ്ടാകും. ഈ പ്രാവശ്യത്തെ എവിറ്റാന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെവിൻ എവിറ്റായതൊന്നും അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ജിഷ്ണൊക്കെ പെട്ടെന്ന് വാപത്തുന്നുണ്ട്. അങ്ങനെ നെവിനും എവിറ്റായി. പിന്നെയുള്ളത് ഇനി ഷാനവാസ്, അതും കൂടെ നമുക്കൊന്ന് കണ്ടേച്ച്. ഷാനവാസ് 3ാമതാണ് വന്നത് കേട്ടോ. പക്ഷേ എനിക്കൊന്നും ഷാനവാസ് അത് 3ാമത് വരെ വന്നല്ലോ എന്നല്ല. പക്ഷേ ഷാനവാസ് ആദ്യത്തെ നമ്മുടെ കുറേ വോട്ടിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്, അധികം കാണിച്ചു തരാൻ. അങ്ങനെ ഷാനവാസും എവിക്റ്റായി. അപ്പം ഷാനവാസിനൊക്കെ ആദ്യമൊക്കെ നല്ല ഓട്ടായിരുന്നു കേട്ടോ, നല്ല ഓട്ടമുണ്ടായിരുന്നു ഷാനവാസിന്. അനു വരുന്നതിനകത്തെല്ലാം അനു നല്ല ഇതായിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ബിന്നീടൊക്കെ മുഖം ഇരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും വല്ലാതെ വെള്ളറിയാണ് ഇരിക്കുന്ന കാര്യം. ആ വോട്ടിൻ്റെ ഇത് കാണിച്ചത് ഓരോ പ്രാവശ്യം ഓരോരുത്തർ ഔട്ടായി പോകുന്ന സമയത്തുള്ള വോട്ടിൻ്റെ ഇത് കാണിച്ച സമയത്ത് ബിന്നീടൊക്കെ മുഖം ഇരിക്കുന്നതാണ്. ശരിക്കും ഇതായിട്ട് തന്നെയാണ് കാര്യം. ഇത്ര ഓട്ടേ ഉള്ളായിരുന്നല്ലോ എന്നൊരു മുഖഭാവം ഉണ്ടായിരുന്നു. അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടിയതിൻ്റെയൊക്കെ തന്നെയാണ്. ഓരോന്നും കാണിച്ചു കൂട്ടുമ്പോഴത്തേക്ക് ആരും ചിന്തിക്കുകയല്ല എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്നുള്ളത്. ഈ എന്നതും പറയാം എന്നങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ ഒരാളെ ഇട്ട് ഒരാൾ 2-3 പേര് കൂടി വളയുന്നതെന്ന് പറയുമ്പോൾ അതിലേക്ക് ചെന്ന് വീണ്ടും അതിൻ്റെ ഇടയ്ക്കൂടെ കയറി കിടന്ന ആൾ കളിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്.
അങ്ങനെ കിടന്ന് കാണിക്കുന്ന സമയത്ത് പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ എനിക്കൊന്നും ഇവരാരും ഇറങ്ങിക്കഴിഞ്ഞ് ഈ ഇത്രയും ദിവസത്തെ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ന്യായീകരിച്ചാണ് എല്ലാവരും നടക്കുന്നത്. ആരും ഈ എപ്പിസോഡൊന്നും കണ്ടില്ല. പക്ഷേ ശൈത്യയാണ് ഏറ്റവും കൂടുതൽ മുഖം ഇതായിട്ടിരിക്കുന്നത് കേട്ടോ. ഏറ്റവും മുഖം ഇതായിട്ട് ഓരോരുത്തരായിട്ടാകുമ്പോഴത്തേക്ക് ശൈത്യയ്ക്ക് ഔട്ടാവുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് സന്തോഷമാകുമായിരുന്നു തോന്നുന്നു. ഫസ്റ്റിലെ ശൈത്യയുടെ മുഖം ഇരിക്കുന്നതാണ് ഭയങ്കര ഇതായിട്ടാണ് ശൈത്യയുടെ മുഖം ഇരിക്കുന്നത്. നമുക്കിനി ഓരോരുത്തർക്കും കിട്ടിയ വോട്ടിൻ്റെ ഇതൊന്നും നമുക്കൊന്ന് നോക്കാം. Second week. Vincia, 2.3. Okay, week 3. Week 4. ആ വീട്ടിൽ നമുക്ക് എവിക്ഷൻ ഉണ്ടായില്ല. Week 5. അതിനു പേരായിരുന്നു ആ വീട്ടിൽ നോമിനേഷൻ. Week 6. Ready, and was fine. 7. Then 5. 8. Abhilash Rishi. Week 9. Vijay and Ravi. And week 10. Vinny. 11. Rashmi. And 12th week. Again. And 13th week. Shabuman. ആദ്യത്തെ ആ വോട്ടിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കേട്ടോ. ഇവർക്കൊക്കെ ഷാനവാസിനുള്ള വോട്ടിൻ്റെ ഇതൊക്കെ. പക്ഷേ രേണുസുതിക്ക് ഭയങ്കര സപ്പോർട്ടാന്ന് പറഞ്ഞിട്ട് രേണുസുതിക്ക് പക്ഷേ വലിയ വോട്ട് അതിനകത്ത് കാണുന്നില്ല കേട്ടോ. ഞാനത് രേണുസുതി ആയിരിക്കും അതിൻ്റെ ടോപ്പായിട്ട് നിൽക്കുന്നതെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ രേണുസുതിക്ക് അങ്ങനെ വലിയ വോട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കുറച്ചൊക്കെ അങ്ങ് പോകുമായിരുന്നു എന്നേ ഉള്ളായിരുന്നു, അല്ലാതെ വലിയ. പക്ഷേ ഈ അക്ബർ കുറച്ചൊക്കെ നോക്കി നിന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അക്ബർ ചിലപ്പം ഫസ്റ്റ് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആദ്യം മുതലേ അക്ബർ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വായിൽ നിന്ന് മോശപ്പെട്ട ഇത് വരാതെ ഒരാളെ ഇങ്ങനെ അത് പ്രത്യേകിച്ച് ഈ അനുവിൻ്റെ പുറകെ നടന്നങ്ങ് ഇതാക്കായിരുന്നു. എനിക്ക് ഒരു പക്ഷേ അക്ബറിന് വിൻ ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു നിമിത്തമായിരിക്കാം. എനിക്കൊന്ന് മറ്റേ ദിൽഷ കഴിഞ്ഞതിന് ശേഷം ഒരു പെണ്ണ് വിന്നാകുന്നത് അനുവാണ്. ആകപ്പാടെ ബിഗ് ബോസ് ഇത്രയും ഇത് വന്നിട്ടുള്ളതിൽ എനിക്ക് 100 പ്രാവശ്യം കൊറോണയുടെ ഇതായിക്കൊണ്ട് രഞ്ജിത്ത് സാറിൻ്റെ ഒക്കെ സമയത്ത് പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മണിക്കൂട്ടനായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിൻ ചെയ്തു. പക്ഷെ പെണ്ണുങ്ങളായിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ അനുവാണ് വന്നിരിക്കുന്നത്. എന്നാണ് ഭയങ്കര സന്തോഷം തോന്നി. ഇതിനകത്ത് ഇനി ഇറങ്ങുന്നവരെങ്കിലും ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കുക എന്നതാണ്. ഇവരെല്ലാം പറയാറുണ്ട് ബിഗ് ബോസ് ഇവരാരും കാണാതെ വരുന്നത്, പക്ഷെ ഇവരെല്ലാം കണ്ടിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം തനി സ്വഭാവം ഇവരങ്ങ് ഇറക്കും. എന്നാൽ ഇതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത് കേട്ടോ. അങ്ങ് വാശിയാണ്, ഭയങ്കര വാശിയാണ്. അപ്പോൾ ഇവരെല്ലാം ഇറങ്ങി പോന്നു കഴിഞ്ഞ് ഇനി ലാലേട്ടൻ അവരെ രണ്ടുപേരെയും ഇറക്കിക്കൊണ്ട് അതിനകത്തിലായിട്ട് എന്നാണെങ്കിലും ഉണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു ഫീൽ തോന്നി കേട്ടോ. എന്നു വെച്ചാൽ ഒരു വിഷമം. കാര്യം നമ്മൾ ദിവസം ഇവരൊക്കെ കാണുന്ന കൂടെ തന്നെ വീടും നമ്മൾ ദിവസവും കാണുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. ആ വീട്ടിൽ നിന്ന് അത് പോകുന്നു, ഇനിയിപ്പോൾ ആ വീടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു വിഷമം വരുന്നവർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു ചെറിയ വിഷമം എവിടെയോ. അത് നമ്മൾ അവരെല്ലാം പോകുന്നു, ഇനി നമുക്കത് കാണണമെങ്കിൽ കാണാൻ നമുക്ക് ടി വിക്ക് അത്ര, എന്നാലും അതിനി ഇല്ലല്ലോ. ഇനി അടുത്ത ഒരു ഇത് വരുമ്പോഴത്തേക്ക് 8ാമത്തെ സീസൺ വരുമ്പോഴത്തേക്ക് അത് വേറെ ഇതായിട്ടല്ലേ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും ഇറങ്ങിപ്പോന്നപ്പം എനിക്കൊരു ചെറിയൊരു വിഷമം എവിടേക്കോ തോന്നി കേട്ടോ. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. Big Boss, Shubharatri, Big Boss, Shubharatri, Big Boss, good night and lights off. അനീഷിൻ്റെ ഗുഡ് നൈറ്റ് ശുഭരാത്രിയൊക്കെ പറഞ്ഞൊക്കെയാണ് ഇറങ്ങുന്നത്. ലാലേട്ടന് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് അവരെല്ലാം ഇറങ്ങി. ഇനി നമുക്ക് ഇത് വിൻ ചെയ്യുന്ന ഇപ്പോൾ എല്ലാവരും ഇതായിട്ടുണ്ട്. പക്ഷേ ആദ്യമേ തൊട്ട് എല്ലാവരും പറയുന്നത് കേട്ടോ, അക്ബർ 3ാമതാണ് പോയി എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സത്യമല്ലായിരുന്നു എന്നിപ്പോൾ മനസ്സിലായി. വിൻ ചെയ്യുന്ന അനുവാന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതെനിക്കൊന്ന് അനുവിനോടുള്ള ആ ഒരു സപ്പോർട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടായിരിക്കും എല്ലാവരും അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഏകദേശം ഒരു ഊഹം വെച്ച് അനീഷും അനുവും എന്നുള്ളൊരു ധാരണ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അനു വിന്നറായി അവിടുന്ന് വന്നു. ഇനിയെങ്കിലും വരുന്നവർ ഇങ്ങനെയുള്ള മോശം രീതിയിലേക്ക് ഇനി അടുത്ത വരുന്ന മത്സരാർത്ഥികളെങ്കിലും നല്ല ഇതായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. കാര്യം ഇത് നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു നമുക്കും എന്നതിലൊക്കെ ഒരു ഇത് വേണ്ടേ, അതിന് കണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം. എപ്പോഴും
വഴക്കും ബഹളമൊക്കെ ആകുമ്പോഴത്തേക്ക് മനുഷ്യർക്കെല്ലാം അങ്ങ് ബോറടിക്കും. ഇവിടെ ആണെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ എന്നോട് വെക്കാൻ പോലും സമ്മതിക്കത്തില്ല, ചുമ്മാ അലമ്പും വഴക്കുമെന്നും പറഞ്ഞിട്ട്. പിന്നെ വെച്ചാൽ നമ്മളിത് കാണാനുള്ള ഇത് കണ്ട് നമ്മളിരുന്നങ്ങ് കാണുവാണ് ചെയ്യുന്നത്. ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഒരു പരിപാടിയോട് തുടക്കം മുതലേ അതിനൊരു അഡിക്റ്റായി പോയതുകൊണ്ടായിരിക്കാം. അപ്പം ഈ അലമ്പും വഴക്കമൊക്കെ ഇല്ലാതിരിക്കാൻ കിട്ടില്ല, നമുക്ക് കാണാനൊരു രസമുണ്ട്. എന്നതെല്ലാം അതിനകത്ത് തമാശയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഈ അഖിൽമാരാരും ശോഭയും കൂടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അതിനകത്ത് അഖിൽ അതെല്ലാം ഒരു തമാശ രീതിയിൽ കൊണ്ടു നടന്ന് അത് കാണുന്നവർക്കൊരു രസമായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു അതിനകത്ത്. ഇതിങ്ങനെയല്ല, ഉള്ളി വൈരാഗ്യമാണ് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ജയിക്കുമോ, ആര് ട്രോഫി കൊണ്ടുപോകും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അനുമോള് അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോന്നു. ഇനി ട്രോഫി മേടിച്ചു, അതും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സീസൺ തീരുവാണ്, ഈ 7 തീരുവാണ്. ഇനി അടുത്ത സീസൺ തുടങ്ങുന്നത് 8ആണ്. അപ്പോൾ 8 സീസണിലേക്ക് നമുക്ക്, പക്ഷേ എനിക്ക് ഒന്നും കൂടെ പറയാൻ വെച്ചാൽ ഇതിനകത്തെ പ്രശ്നങ്ങൾ ആ വീട്ടിൽ തന്നെ ഇട്ടിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, പുറത്തത് കൊണ്ടുപോയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നൂറെ അതിലേക്ക് അതൊക്കെ അങ്ങ് മറന്നു. അവർ നല്ല ചിരിയും അവരെനിക്കൊന്ന് സ്ക്രൂ കയറ്റുമ്പോഴാണ് അവർ ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും ഇതായിട്ട് മുഖം വല്ലാണ്ടായിട്ട് ഇരിക്കുന്നത് നമ്മുടെ പേരും കൂടെ മറന്നു പോകുന്നത് ശൈത്യയാണ്. ഭയങ്കര കെറുവായിട്ട് എനിക്ക് കേട്ടോ. എന്നാത്തിനാണ് ഇത്രയും വൈരാഗ്യം? ഒരു ഗെയിമല്ലേ, അത് അവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. ആ ഗെയിം അവിടെ തീർന്നതിന് നമ്മൾ വെറുതെ അതിനകത്ത് ഇനി വൈരാഗ്യം വെച്ച് വെറുതെ മനുഷ്യരെ കൊണ്ട് ഇത് പറയിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെ മോശം പറയിപ്പിക്കാമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞു, അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകും, അത്രയേ ഉള്ളൂ. അപ്പം അനു ലാസ്റ്റ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ട്രോഫിയും കൂടെ മേടിക്കുന്നതിനോട് കണ്ടേച്ച് നമുക്ക് നിർത്താമേ. അനു ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഈ ട്രോഫി കിട്ടും എന്നുള്ള കാര്യം എനിക്കൊന്ന് അനു ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. അനു ആ ഒരു വിന്നർ ആയേക്കുന്നതിൻ്റെ ആ ഒരു ഇത് ശരിക്കും അനുവിൻ്റെ മുഖത്ത് ആ ഒരു ഇതുണ്ട്, അന്വേഷിച്ചായിരിക്കും എന്നായിരുന്നു തോന്നുന്നു അനുവിൻ്റെ മനസ്സിൽ. എന്നാണേലും നല്ല അടിപൊളി സീസൺ അല്ല, തല്ലിപ്പൊളി സീസണായിരുന്നു കേട്ടോ. ഉള്ള സത്യം പറയും, മഹാ തല്ലിപ്പൊളി സീസണായിരുന്നു. ഒരു കുറേ ആൾക്കാരായിരുന്നു അതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞാലും അനുസരിക്കുകയില്ല, ചുമ്മാ കിടന്നങ്ങ് അലപ്പും ബഹളവും കാണിക്കുക. എന്നാത്തിനായിരുന്നെന്ന് അവർക്കും അറിയത്തില്ല, കണ്ടിരിക്കുന്ന നമുക്കും അറിയത്തില്ല, ബിഗ് ബോസിനും അറിയത്തില്ല. ഇനിയെങ്കിലും വരുന്ന മത്സരത്തിൽ നല്ലതായിരിക്കട്ടെ, നമുക്ക് കണ്ടിരിക്കാനൊരിത് തോന്നട്ടെ എന്നുള്ളതിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ 7 അവസാനിച്ചു. ഇനി അടുത്ത സീസണിലേക്ക് നമുക്ക് കാണാം. മറ്റ് വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി കണ്ടുമുട്ടാമേ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് അടിച്ചേക്കണേ കേട്ടോ. നമുക്ക് വീണ്ടും കാണാം.